ഉള്ള ഒരു ആളുകൾ ഇങ്ങനെ കാണുന്നു, നോക്കുന്നു, ഒരു പെട്ടെന്നൊരു വേറൊരു ഒബ്ജക്റ്റായിട്ട് അങ്ങ് മാറുകയാണ്. അതുവരെ വേടൻ ഒരു വലിയ ആവേശമായി നിൽക്കുന്ന വേടനെ ഇഷ്ടപ്പെടുന്നവർക്ക് സങ്കടം ഉണ്ടാവുന്നു. പക്ഷേ വേടനെ അടിക്കാൻ കിട്ടിയ ഒരു അവസരമായിട്ട് ചില ആളുകൾ അത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നു. നാട്ടുകാർ എന്ത് പറയും, അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നു? ഇല്ല, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ഇല്ല, ഞാനിത് ഓൾറെഡി ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഒരു ശീലമായി കൂടി മാറിയത് കാരണേ. പിന്നെ എനിക്കറിയാം എന്നൊരു ദിവസം ഒരു അടിക്കും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാനായിട്ട് വടി കൊടുക്കാതിരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്കന്ന് ഉറപ്പായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു എൻ്റെ ഫാമിലി എങ്ങനെയും ആദ്യം ഫാമിലിയെ കുറിച്ചായിരുന്നു, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരെ കുറിച്ചായിരുന്നു. അവരിത് എങ്ങനെ എടുക്കും അല്ലെ, ഇങ്ങനൊരു വാർത്തയൊക്കെ വരുന്നു. ഈ വാർത്തകളൊക്കെ വരുന്ന കാര്യം അറിയാമായിരുന്നു അവിടെ വനംവകുപ്പ് ഓഫീസിലേക്ക് ഇരിക്കുന്ന സമയത്ത്? പിന്നെ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു ഒരു പ്രതികരണം ഉണ്ടായത്? വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ എക്സൈസിന്റെ ആണെങ്കിലും? ഇല്ല, എനിക്ക് അങ്ങനെ മോശമായിട്ടുള്ള അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ലൈക്ക് ആ ഒരു കാലം ഞാനൊരു 3-4 ദിവസം വരെ കൂടെ ആയിരുന്നു ഞാൻ. നമുക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. മനഃപൂർവ്വം ഉപദ്രവിച്ചതാണ് എന്ന് തോന്നുന്നുണ്ടോ വേടനെ? അതിനെ കുറിച്ച് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. കേസ് നിൽക്കുന്നതുകൊണ്ട് അത് പതുക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. ഒരുപാട് ആൾക്കാരെ ഞാൻ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതെന്റെ ജോലിയും കൂടിയാണ്. അപ്പോൾ ഈ അസ്വസ്ഥപ്പെടുന്നവര് ഇത് ചെയ്തുകൊണ്ടേയിരിക്കും, അടിക്കാൻ നടന്നുകൊണ്ടേയിരിക്കും എന്നാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിത് പോയി ആ ട്രാപ്പിൽ പെടാതിരിക്കാനാണ് ഇപ്പൊ ശ്രമിക്കേണ്ടത്. അതിന് ഞാൻ തന്നെ തിരുത്തേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഒരു ട്രാപ്പിലേക്ക് പോയി പെടാതിരിക്കാനായിട്ട്. ഇപ്പോ 10 തല വരാൻ പോകുന്നില്ല, അതിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കും. 10 തല ഒരുപാട് പഠിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഇന്ത്യൻ മിത്തോളജി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണത്. മിത്തോളജി പൊളിറ്റിക്കലി ഉപയോഗിക്കാനൊക്കെ പഠിപ്പിച്ച് തരാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളൊന്നും കേരളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഈ മന്നർ, ഒറീസ ബാലു പോലെയുള്ള റിസർച്ചേഴ്സിൻ്റെ പുസ്തകങ്ങളും ഈ തമിഴ്നാട് ബേസ് ചെയ്തിട്ട് പണിയെടുക്കുന്ന ആന്ത്രപ്പോളജിസ്റ്റുകൾ പോലെയുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസ് കണ്ടും എനിക്ക് തമിഴിലാണ് അത് കൂടുതലുണ്ടാവുക. അപ്പോൾ എനിക്ക് തമിഴ് വായിക്കാൻ ഇച്ചിരി സ്ലോവാണ് ഞാൻ. അപ്പോൾ ഞാൻ അത് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച്. കാരണം നമ്മളൊരു കാര്യം, പ്രത്യേകിച്ച് മിത്തോളജിയിൽ നിന്നൊരു കാര്യം എടുത്ത് നമ്മൾ എഴുതുമ്പോൾ അതിൽ മണ്ടത്തരം പറ്റരുതല്ലോ. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് സമയം വേണം.